അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't. I wish I didn't have to do this. പക്ഷേ ഞാൻ എന്തായാലും ഞാൻ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അമ്മുമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ്. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടായിരിക്കും വീട്ടിൽ നടക്കേണ്ട പല കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എടുത്ത് വീഡിയോ ആയിട്ടിട്ട് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ വീട്ടുകാർ മാത്രമല്ലോ കേൾക്കുന്നത്, നാട്ടുകാർ കൂടെ കേൾക്കുമല്ലോ. ഇത് വീട്ടിൽ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള 4-5 ആൾക്കാർ അഭിപ്രായങ്ങൾ മാത്രമല്ലേ നമുക്ക് കേൾക്കാനായിട്ട് കഴിയൂ. മറിച്ച് അതൊരു വീഡിയോ ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിലോ കോടിക്കണക്കിന് ജനങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നു. അതല്ലേ വളരെ വലുത്. ഒരുപാട് ആൾക്കാർ അഭിപ്രായം കിട്ടുമ്പോൾ അത് സോർട്ട് ചെയ്ത് മെജോറിറ്റി നല്ല അഭിപ്രായം ഏതാ അത് നോക്കി ഇവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുമല്ലോ. പക്ഷെ തൻവിക്കുട്ടി ഇട്ട വീഡിയോയ്ക്ക് എന്നാൽ കമന്റ് ബോക്സ് അങ്ങ് ഓഫ് ആക്കി കളഞ്ഞു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾ പ്രഷർ വല്ലതും കിട്ടിയോ? സംഭവം മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞുതരാം. തൻവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതായത് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അമ്മയുടെ ചെറുമകള്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. തൻവി യൂട്യൂബർ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ അതിൻ്റെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അവർക്ക് അവരുടെ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് നേരെ മറിച്ച് ഈ സ്ഥലത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനെ നേരെ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ, അതായത് സിന്ധു അമ്മയുടെ കമന്റ് ബോക്സിലേക്ക് പോയിട്ട് ആൾക്കാർ ഇത്രയധികം ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കാരണം. അതിന് മൂത്ത മകൾ വന്ന് പറയുന്നത് 2 മാസം കൂടുമ്പോൾ ഒരു തവണ അമ്മ എല്ലാവരും എടുത്ത് ഊക്കുമല്ലോ, ആ ഒരു ഊക്കായിട്ട് എല്ലാവരും കണ്ടാൽ മതി, ഞങ്ങൾ ഇതിനെ വലുതായിട്ട് സംസാരിക്കാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവർ ഊക്ക് മേടിക്കാനായിട്ട് ഇരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ക്ലിപ്പുകളും ചേച്ചി ആദ്യം ഇട്ട വീഡിയോസ് എല്ലാം ഞാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. തൻവി എന്ന് പറയുന്ന ഈ ചെറുമകൾ അപ്പൂപ്പനെ അമ്മൂമ്മയും കാണാനായിട്ട് വളരെ കാലമായിട്ട് കഷ്ടപ്പെടുകയാണ് വിദേശത്ത് നിന്നുകൊണ്ട്. എന്നാൽ ഇങ്ങോട്ട് വരാനായിട്ട് കഴിയുന്നില്ല. സാമ്പത്തികം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ഈ അപ്പൂപ്പനെ അമ്മൂമ്മയും കാണാനായിട്ട് ആ കുട്ടിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. ഈ കുട്ടിയെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നോക്കി എടുത്ത് വളർത്തിയത് ഈ 2 അപ്പൂപ്പനും അമ്മയാണ്. അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ വളരെ ശാഠ്യം പിടിക്കുന്നു, മകളെ നീ ഉടനെ വന്നേ പറ്റൂ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞു. എന്നാൽ പൈസ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ തൻവിക്കുട്ടി പറയുകയാണ് ഇപ്പൊ വരാൻ കഴിയത്തില്ല, ഞാൻ ഉടനെ വരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ അറിയാൻ സാധിക്കുന്നു വളരെ അടുത്ത ദിവസം അപ്പൂപ്പൻ മരണപ്പെട്ടു പോയി. ദുഃഖതയായ ചെറുമകൾ ഉടനടിയെ തീരുമാനിക്കുന്നു ഇന്ത്യയിലേക്ക് പോയാൽ പറ്റൂ, ഇനി എനിക്ക് അമ്മൂമ്മയെങ്കിലും തിരിച്ചു വേണം, ക്യാച്ച് അമ്മുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിതയായ പെൺകുട്ടി നേരെ തിരിച്ച് വിദേശത്ത് നിന്നും അമ്മുമ്മയുടെ അടുത്തേക്ക് വരുന്നു. വന്നതിന് ശേഷം ചേച്ചി ലീവ് എടുത്തിട്ടാണ് വന്നത് എന്ന് തുടങ്ങി ഒരു 2 വീഡിയോ ഇടുന്നു. അത് 2 പാർട്ടായിട്ട്. ആദ്യത്തെ വീഡിയോയിലാണ് ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എണ്ണിപ്പെറുക്കി പറയുന്നത്. ഒരു വീഡിയോ കോളും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതിനുശേഷം 2ാമതൊരു പാർട്ട് ഇടുന്നുണ്ട്. ആ 2ാമത്തെ പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിന് ആദ്യം പറഞ്ഞതുമായിട്ട് എങ്ങും ഒരു ബന്ധമില്ല. ആദ്യം പറഞ്ഞത് എൻ്റെ ഇരട്ട സഹോദരിയായിട്ടുള്ള മൂത്ത ചേച്ചിയാണ്, 2ാമതിരിക്കുന്നത് ഞാനാണ്, എനിക്ക് ആ അഭിപ്രായങ്ങളുമായിട്ടും ആദ്യം ഇട്ട വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല, എന്നെ ഇവരെല്ലാം പറ്റിച്ചതാണ്, അമ്മുമ്മ എന്നെ പറ്റിച്ച് പറഞ്ഞതാണ്. അത് കണ്ടവർക്കെല്ലാം മനസ്സിലായി. എന്നാൽ ഈ 2 വീഡിയോയ്ക്ക് ഇടയിൽ കൂടെ ആര്, നമ്മുടെ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളുടെ ഒരു വീഡിയോ വന്നായിരുന്നു. 50 മിനിറ്റ് നീളമുള്ളൊരു വീഡിയോ. വീഡിയോയ്ക്കകത്ത് മൂത്ത കുട്ടിയുടെ എല്ലാ ദേഷ്യവും അടക്കി തീർത്തു. അതിനകത്ത് അതെന്തൊക്കെയാണെന്നുള്ളത് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കണ്ടുവരാം. ആദ്യം തൻവി ഇട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ. ശരിക്കും ഞാൻ എന്താണ് വന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് വെച്ചാൽ എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പനും അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പൊതുവെ അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കും, മക്കളെ വാ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളൊന്ന് വാ എന്നൊക്കെ പറയും. ഓക്കെ, അത് സ്വാഭാവികമാണ്. എല്ലാ നാട്ടിലും എല്ലാ കുടുംബത്തിലും നടക്കുന്നൊരു കാര്യമാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ള കുടുംബത്തിൽ മാത്രം കേട്ടോ. വിചാരിച്ചു ഓക്കെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പന് അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ 1 വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് വീട് തൂത്ത് തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഒക്കെ ചിലവിന് വേണ്ടിയിട്ട്. എന്നെ കൂടെ പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുന്നു. കാരണം എനിക്ക് ലിയൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിങ്. ഒരാള് കുഞ്ഞുവാവ ഉറങ്ങുവാ. പിന്നെ ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ആരോടാ പറയല്ലേ? ഇത് സംഭവം എന്താണെന്നറിയോ? അമ്മുമ്മ ഇവരെ കാണാൻ വേണ്ടി ഡേറ്റ് എണ്ണി ഇരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേന് ആദ്യം തന്നെ ഡേറ്റിന് കാര്യം ചോദിച്ചു. ഉടനെ വരുമല്ലോ, പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം മനസ്സിലായല്ലോ, അമ്മ ഡേറ്റ് എണ്ണി ഇരിക്കുക കാണാനായിട്ട്. വളരെ സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഞാൻ എന്തായാലും ഞാൻ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് നേരമില്ല, ഞാൻ ഒറ്റയ്ക്കായി.
നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള അതായത് അമ്മുമ്മയ്ക്കുള്ള നിലവിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ജോലിക്ക് വരുന്ന ആൾക്കാരും നിൽക്കുന്നില്ല. അല്ലാതെ ചെറുമകൾ വരണമെന്നുണ്ടെങ്കിൽ ഒരു അമ്മ വേണമല്ലോ. അമ്മയില്ലാത്ത ചെറുമകൾ വരത്തില്ലല്ലോ. ഇത് മറ്റേ കുരുവട്ടി വരുന്നൊന്നുമില്ല. എന്നാലും ഒരു വലിയ കുരു ഉണ്ടെങ്കിൽ ചെറിയ കുരു വരത്തുള്ളൂ. മണ്ടനായ ഞാൻ. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് തോന്നുന്ന ഒരു ഡൗട്ട്, അപ്പൊ അമ്മ എവിടെ? ആ അമ്മയ്ക്ക് വേറെ മക്കളില്ലേ? ആ മക്കള് നോക്കുന്നില്ലേ? ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് വേറൊരു മകളുണ്ടല്ലോ, സിന്ധു അമ്മ. സിന്ധു അമ്മയ്ക്കാണ് ദൈവമേ മക്കള് മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും മക്കളാ. എവിടെ മക്കള് കാരണം നടക്കാൻ പറ്റത്തില്ല. മക്കള് ചെറു മക്കളൊക്കെ ആയിട്ട് എന്റെ പൊന്നളിയാ ഒരു ദോസ്തിനകത്ത് കയറുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം അവര് നോക്കുന്നില്ലേ എന്നൊരു ചോദ്യം വരും. സ്വാഭാവികമല്ലേ, കാണികളല്ലേ, എന്തും പറയുമല്ലോ. അങ്ങനെ നേരെ സിന്ധു അമ്മയുടെ യൂട്യൂബ് ചാനൽ എവിടെ? യൂട്യൂബ് അങ്ങോട്ട് സെർച്ച് ചെയ്തു. സിന്ധു അമ്മ. അമ്മതായെത്തിയല്ലോ. അമ്മയുടെ ഫസ്റ്റ് വീഡിയോ അങ്ങോട്ട് എടുത്ത് അമ്മ ഇവിടെ നിന്ന് വ്ളോഗ് അടിച്ചോണ്ടിരിക്കുക. അമ്മൂമ്മ അവിടെ കിടക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് 100 കമന്റ് അങ്ങ് വന്നു. അതോടെ നമ്മുടെ കൊച്ചിന് കുരു പൊട്ടി. ആർക്ക്? മൂത്ത മകൾക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് ബാക്കി മൊത്തം അവിടെ കണ്ടിട്ട് നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് പോവാം. രാവിലെയും വൈകിട്ടും അമ്മൂമ്മ വിളിച്ചിങ്ങനെ കരയും. ഈ കരച്ചിൽ എന്നെക്കൊണ്ട് അപ്പൂപ്പനെ ഞാൻ വന്ന് നോക്കാൻ പറ്റിയില്ല. അമ്മൂമ്മയുടെ ഈ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ എന്നെക്കൊണ്ട് എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്തുമായിരിക്കും തോന്നുന്നത്? ഒരു അമ്മുമ്മ ചെറുമകളോട് ഇത്രയും സ്ട്രെസ്സും പ്രഷറും കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്മുമ്മ അത്ര ഒറ്റപ്പെട്ടിരിക്കുമല്ലേ? അപ്പൊ അമ്മുമ്മയുടെ മക്കൾ എന്താണ് തിരിഞ്ഞു നോക്കാത്തത്? അമ്മുമ്മ 10 മാസം ചുമന്ന് കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ചു ഇട്ടിട്ടുള്ള മക്കൾ എന്താണ് നോക്കാത്തത്? അങ്ങനെ ഒരു ചോദ്യം അല്ല ഇവിടെ എല്ലാവർക്കും ആദ്യം വരുന്നതല്ല. ചെറുമകളിലേക്ക് ഈ ഒരു ടെൻഷനും പ്രഷറും ആരും കൊടുക്കത്തില്ല. സ്വാഭാവികം. ഇത് തന്നെ അവിടെ പ്രതിഫലിച്ചത്. എങ്കിലും പറ്റൂ. അമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോകും. പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സാധനം അമ്മൂമ്മക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മ മുമ്പേ അപ്പോൾ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി 1-2 സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവർ അടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവില്ല. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാന്ന് പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ അവിടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിക്കാത്ത ഒരാളാണ്. അങ്ങനെ അമ്മൂമ്മ നീ പൈസയുടെ ബാക്കി. അയ്യോ, അത് മറവിയല്ല കുഞ്ഞേ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു 100 രൂപയും കൊണ്ട് കടയിൽ പോകുന്നു. അവിടെ 60 രൂപയെ നമുക്ക് ചെലവായുള്ളൂ. എന്നാൽ ആ ബാക്കി 40 രൂപ നമുക്ക് ചെലവാക്കണമെന്നുണ്ട്. അതിന് ചെലവുണ്ട്. അത് കൊടുത്താലേ ഒരു സാധനം കിട്ടത്തുള്ളൂ സ്വന്തമായിട്ടൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബാക്കി മേടിക്കും. അതൊരിക്കലും മറവിയൊന്നുമല്ല. അത് അങ്ങനെയാണ്. ആ 40 രൂപയ്ക്ക് നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുന്നിടത്ത് ഈ മറവിയൊക്കെ മാറിക്കോളും. മനസ്സിലാകണമല്ലോ അല്ലേ? ചേഞ്ച് എവിടെയും ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ കടയിലുള്ള പുള്ളി പോലും പറഞ്ഞില്ല ഞാൻ ചേഞ്ച് തന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല. അത് പോയി എടുക്കാൻ നോക്കിയപ്പോൾ അതുപോലും ഈ വന്നവരടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ എന്തായാലും ഞാൻ വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മെയിൻലി വന്നത്. പിന്നെ ഇനി പാർട്ട് 2 ഞാൻ സെക്കൻഡ് റീസൺ എന്താണ് ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്തത് മീൻസ് 100% ഞാൻ ഇപ്പോൾ മൂവ് ചെയ്തിട്ടില്ല. 1 ഇയർ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അതായത് ഈ ഇട്ടൊരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് ആരും നോക്കുന്നില്ല എന്നുള്ളത് ആ പെൺകൊച്ച് പറയാതെ പറയുന്നുണ്ട്. ഈ പറയാതെ പറയുന്നതാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി കെ ഫാമിലിയിലേക്ക് ഇത്ര എഫക്റ്റ് ചെയ്യാനും അവരെ പ്രൊവോക്ക് ചെയ്യാനും അവരതിനെതിരെ ഒരു വീഡിയോ ചെയ്യാനും ഇടയുണ്ടായ ഒരു സാഹചര്യം. കാരണം ക്ലിയർ കട്ടല്ലേ. ഇപ്പൊ എൻ്റെ വീട്ടുകാരെ നോക്കുന്നില്ല എന്നുള്ളത് എൻ്റെ അനിയനോ എൻ്റെ അനിയൻ്റെ പിള്ളേരോ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എൻ്റെ കീഴിലോട്ട് വരുമല്ലോ. എന്തുകൊണ്ടാണ് നോക്കുന്നില്ല എന്ന് ചോദ്യം വരുള്ളൂ. അതേ സാധനം ഫ്രസ്ട്രേഷൻ മൂത്ത് വരുന്നൊരു വീഡിയോ. എന്നാൽ ആ ഫ്രസ്ട്രേഷൻ മൂത്തൊരു വീഡിയോ വരുമ്പോഴത്തേന് നമ്മൾ എന്താ വിചാരിക്കും? തൻവീട് അടുത്ത വീഡിയോ ഹൈ റേഞ്ച് സാധനമായിരിക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആട് സിനിമയിൽ നമ്മൾ കാണുന്ന പല ക്യാരക്ടറുകളും ഇല്ലേ, മാസായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഊശായിട്ട് പോകുന്നത് അതേ പരിപാടി. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാർട്ട് 2 ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ആണോ? നെഗറ്റീവായിട്ടാണോ കണ്ടത്? അപ്പൊ കുഞ്ഞ് പോസിറ്റീവായിട്ടായിരുന്നോ പറഞ്ഞത്? ചേട്ടാ
ഈ സമൂഹത്തിന്റെ ഓരോ രീതിയെ ഒരു മര്യാദ വേണ്ടടാ. നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോഴത്തേന് ആ കൊച്ചു പോസിറ്റീവായിട്ടാണ്. അവര് ഭയങ്കര മോശമാ, അവര് നിങ്ങളെ നോക്കത്തില്ല, അവര് നിങ്ങൾ കാണത്തില്ല. എന്തിനവർ കാണിക്കണത്? അയ്യയ്യേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് നമ്മളെന്ത് പറയണം? അത് പോസിറ്റീവായിട്ടാ കൊച്ചു പറയുന്നത്, പോസിറ്റീവ് സെൻസിൽ മോട്ടിവേഷണൽ സ്പീച്ച് അതൊക്കെ നടത്തുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ കാണണം. കണ്ട നമ്മളുടെ തലയിലെ കുഴപ്പമാണ്, കൊച്ചിനൊരു കുഴപ്പമില്ല. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനും ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അയ്യോ അങ്ങനെ ഗോപാലകൃഷ്ണൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? ഭീഷണിപ്പെടുത്തിയോ? വിളിച്ചോ? അഹാനയുടെ ആ ഒരു തിളപ്പാണ്ടിട്ട് വേറെ ആരും വിളിച്ചാണ്, അതിൽ അഹാന മാത്രമേ വിളിച്ചിട്ടുള്ളായിരിക്കും. അഹാനെ അങ്ങോട്ട് വിളിക്കും, നല്ല രീതിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പറയാതൊന്നും ഇരിക്കത്തെയൊന്നുമില്ല. ആ പറഞ്ഞതിൻ്റെ പറച്ചിലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ വീഡിയോയ്ക്ക് അത് നല്ലോണം പ്രതിഫലിക്കുന്നുണ്ട്. അതായത് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അമ്മാമ്മ കരഞ്ഞ് കാണിച്ച് എന്നെ ഇങ്ങോട്ട് വരുത്താനുള്ള ശ്രമമായിരുന്നെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? അമ്മാമ്മ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മാമ്മയ്ക്ക് എന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതി, അമ്മാമ്മ ഇവിടെ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് കീഴമായിട്ട് വായ് പഠിച്ച് വേടൻ്റെ പാട്ട് കേട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് അമ്മുമ്മയായിരുന്നെന്ന്. മിക്കവാറും അടുത്ത ടുമോറോസ് ലാൻഡിൽ പാർട്ടിക്ക് കണ്ട് പോകാനിരുന്നതാന്ന് തോന്നുന്നു അമ്മുമ്മ. ആ സമയത്തായി കൊച്ചു കയറി വന്നു. അമ്മുമ്മയുടെ പോക്കും മുടങ്ങി പോച്ചെഴുന്നേറ്റ്. അപ്പോൾ അത് മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. ഇങ്ങനെ രീതിയിലേ ചെയ്യാവോ, അങ്ങനെ രീതിയിലേ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡയിൽ പോണേ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മ കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അമ്മുമ്മയാണ് തെറ്റുകാരി. അമ്മുമ്മ നിങ്ങളെ വിളിക്കരുതായിരുന്നു, അമ്മുമ്മ നിങ്ങളോട് പറയരുതായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞ് മെഴുകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ഒരുപാട് സിന്ധുവിൻ്റെ കമന്റ് ബോക്സിലായിട്ട് വരികയും അങ്ങനെ സിന്ധു അമ്മയ്ക്ക് വേണ്ടി സ്വന്തം മൂത്ത മകൾ രംഗത്ത് വരുന്നു, സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. പേഴ്സണലി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിത് എന്തിനെ പറ്റിയാണ് വന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ഐ ഡോണ്ട് നോ ഹാസ് ക്രിയേറ്റഡ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ us. അച്ഛൻ നമ്മളോട് വ്യക്തമായിട്ട് ഇന്നലെ എന്ന് മാത്രമല്ല എപ്പോഴും പറയുന്ന കാര്യമാണ്, just keep silent, just believe in your truth, silence is the biggest weapon, just hold on to that weapon. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മളുമായിട്ട് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ബ്ലേറ്റൻ്റ് ആയിട്ട് കള്ളങ്ങൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ആൻഡ് വിത്ത് ടൈം ഈ പറഞ്ഞ കള്ളം പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ എങ്ങനെയത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെക്കുറിച്ച് ഒരാളോ രണ്ടാൾക്കാരോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ വേണേൽ നിങ്ങൾക്ക് പറയാം അത് കള്ളങ്ങളാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മാസങ്ങൾ 2-3 ആൾക്കാർ കണ്ടിന്യൂസ്ലി വന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും ഇവരെല്ലാം പറയുന്നത് കള്ളവും നിങ്ങൾ ഭയങ്കര സത്യസന്ധരുവാ. എടാ വീരശൂര പരാക്രമ വില്ലാളി വീരത്തി കലങ്ങി തെളിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ വി നോ ദാറ്റ് യു നോ ഇഫ് യു ബിലീവ് ഇൻ യുവർ ട്രൂത്ത് ഇറ്റ് ഈസ് ട്രൂത്ത് ദാറ്റ് വിൽ വിൻ. ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ സൈലൻസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വെപ്പൺ. കറക്റ്റ്. പക്ഷേ ഞാൻ മേ ബി അത്ര സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് അല്ലായിരിക്കും. ദാറ്റ് എനിക്ക് ചിലപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന വെപ്പണും പിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഓക്കെ വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ. ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പേരൻസ്, എസ്പെഷ്യലി ഹെർ ഫാദർ, അബൌട്ട് ഹൂം ഷീ ഡീപ്ലി കെയർഡ് ഫോർ. അപ്പം ആസ് ഡോട്ടേഴ്സ് ഓർ ആസ് ചിൽഡ്രൻ മേ ബി യു കെൻ റിലേറ്റ് വിത്ത് നിങ്ങളുടെ പാരന്റിനെ ഒരാൾ വന്ന് ഇങ്ങനെ പിച്ചുമയും പറയുന്നത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും. അൻസിയയ്ക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കൗൺസിലർ ആവാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്.
ഒരു പാരൻറ്റിങ് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൗൺസിലിംഗ് കൊടുക്കാം, ഒരു മദർ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കൗൺസിലിംഗ് കൊടുക്കാം, ഒരു ഫാമിലി ഒരു അണുകുടുംബം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിനൊരു കൗൺസിലിംഗ് തുടക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം ഉണ്ടാക്കുന്ന ഒരു ഹൻസികയുടെ അടുത്ത്, അല്ല ഹൻസികയല്ലല്ലോ ഇത് അഹാനയുടെ അടുത്ത് വന്നതിന് നമ്മൾ ഒരു ക്ലാസ് 2 days ക്രാഷ് കോഴ്സ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ദാറ്റ്സ് ബെറ്റർ മോർ ബെറ്റർ ബിക്കോസ് ഷീ നോസ് എവറിത്തിങ് അണ്ടർ എർത്ത്. റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലായിരിക്കും സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമോ? നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച ഒരു മാസം പോലും വേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ വന്ന് പുതിയ ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കി പറയുമ്പോൾ നമുക്ക് എന്തൊരു പെർഫോമൻസാ അങ്ങനെ തോന്നത്തില്ലേ? സോ ദിസ് വീഡിയോ is probably really going to disappoint my father, so if you're watching this I'm really sorry, but I just had to say what had to be said. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് is so cheap and silly for us, you know. നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഫാമിലിയിലുള്ളിൽ നടക്കുന്ന ഇഷ്യൂസ് വന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചീപ്പാണ് എന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ളിൽ നടക്കുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അതും ഫാമിലിയിലുള്ളിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ ഫാമിലിയിലുള്ളിൽ ഒരു സാധനം കാണിച്ചിട്ട് മറ്റേ സാധനം കാണിക്കാതിരിക്കുക, അത് ഭയങ്കര ബോറായിട്ടുള്ള പരിപാടി. നിങ്ങൾ വിശ്വാസവഞ്ചനയല്ലേ കാണിക്കുന്നത്? കാണിക്കാൻ മൊത്തമായിട്ട് കാണിക്കണം. ഈ കൊച്ചിനെ തുറന്ന് കാണിച്ചിട്ടുണ്ട്, അതാണ് കാണിക്കണം. നിങ്ങളും അതുപോലെ തന്നെ കാണിക്കണം. പുതിയ ബ്ലോഗിനുള്ള കോണ്ടന്റ് ആയാലോ, we're not that kind of people. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈക്ക് ഷെയറിങ് ലൈഫ്, സോ വി ഷെയർ ലൈഫ്, അല്ലാതെ ഇതിനുള്ളിലെ ഡൈനാമിക്സ് വന്ന് ഡിസ്കസ് ചെയ്ത് അതൊരു ചർച്ചാ വിഷയമാക്കി. That's not what our life is all about. At least this is not what I want to do with my life. But sometimes, you know, it's unfortunate that I have to even be doing this. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി ഈ വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, ബിക്കോസ് ചിലപ്പോൾ അമ്മയ്ക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കാണത്തില്ല കുഞ്ഞെ. അതുകൊണ്ടായിരിക്കും അമ്മ അല്ലെങ്കിൽ പിടിച്ച് നിങ്ങൾ തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം വീഡിയോ ഇടുന്നത്. കൊതു കുത്തിയവരെ വീഡിയോ ഇടുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നാൽ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അമ്മ വന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കട്ടകാലത്തിന് നിങ്ങളുടെ കുടുംബം യൂട്യൂബ് ഫാമിലി ആയതുകൊണ്ട് അമ്മൂമ്മ എങ്ങാണ്ട് ആ ഫോൺ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ലൈവ് എങ്ങാണ്ട് ഇട്ട് എന്തെങ്കിലും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ തീരും. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, KK ഫാമിലി. അതുകൊണ്ട് നമ്മൾക്ക് വിട്ടേക്ക്. അമ്മ പറയാനൊന്നും കാണത്തില്ലെന്ന്. പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ എടുത്ത് കാണാൻ ഞങ്ങൾ അല്ലറ ചില്ലറ പരിപാടികളൊന്നും അങ്ങനെ പുറത്ത് വിടത്തില്ല എന്നുള്ളൊരു കാര്യം. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബക്കാലത്ത് മറ്റേ 65 ലക്ഷം രൂപ കണ്ട് OCയുടെ ഷോപ്പിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയതിന് ആദ്യം വീഡിയോ ഇട്ടത് നിങ്ങൾ തന്നെ അല്ലേ? അപ്പോൾ പിന്നെ എന്തോ കാണിച്ചത്? അത് പിന്നെ നിയമപരമായിട്ട് അങ്ങ് നേരിട്ടാൽ മതിയായിരുന്നില്ല. എന്നാലും ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചത് നിയമപരമായിട്ട് നേരിടുന്നത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് കാണിച്ചത്? ഇത് എല്ലാവരും കാണിക്കുക, എക്സ്പോസ് ചെയ്യാനല്ലോ നോക്കി, അത്രേ ഉള്ളൂ. അത് തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. ആ സെൻസിലെടുക്കൂ. ഗീവ് ആൻഡ് ടേക്ക് ഫാമിലി, KK ഫാമിലി, അങ്ങനെ വേണം പോകാനായിട്ട്. ഓക്കെ, അടുത്തത്. ഇപ്പം എൻ്റെ കസിൻ തൻവി, ഇപ്പം എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദർ ഇസ് ലൈക്ക് ഷീസ് ഗേൾ ഐവ് സീൻ ഫ്രം ദി ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമ്പയും വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ പോട്ടെ, വിട്ട് കളയാൻ സാരമില്ല. നാട്ടുകാർ എന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് ഇപ്പം പതിവാണ്. കുറച്ച് നാളായി. എല്ലാവരും 2 മാസം ബ്രേക്ക് എടുക്കും, പിന്നെ വീണ്ടും സിന്ധു കൃഷ്ണ പണ്ടേ ഒരു ഫ്രോഡാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് അത് ആൾക്കാർക്ക്, അത് എനിക്ക് തോന്നുന്നു വുമൺ ഹൂ ഇസ് ഡൂയിങ്. ഇത് ആക്ച്വലി ഞാൻ ചിരി വന്നു പോയതാ. സിന്ധു കൃഷ്ണ ആക്ച്വലി ഒരു ഫ്രോഡാണ് എന്ന് പറഞ്ഞു. അതൊരു മോള് വന്നിട്ട് അവളുടെ വീഡിയോക്കകത്ത് ചിരിക്കണമെന്ന് വെച്ച് പറഞ്ഞല്ല, കേട്ടപ്പോ ചിരി വന്നു പോയാ. കൊച്ചു പെണ്ണെ നീ പറയാതെ, അല്ല പൊന്നു പെണ്ണെ, നമ്മൾ ഒരേ ഏജാ കേട്ടോ. For herself, I think is എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ടാർഗറ്റ് ആണെന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക്. അപ്പോൾ അവരുടെ മക്കളൊക്കെ സക്സസ്ഫുൾ ആയി. അപ്പോൾ ആ സ്ത്രീ എന്തായാലും അവരുടെ സ്വഭാവം ശരിയായിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്കാർക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. റെഡിറ്റിലൊക്കെ അമ്മയുടെ ഒരു സീക്രീ എന്നാണ്. ഐ മീൻ ഓൾ ദാറ്റ് ഇസ് ഫൺ ആൻഡ് ഫണി, ഇറ്റ്സ് ഫൈൻ. സോ അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്കാരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, അറിയേണ്ട ആൾക്കാർ അറിയേണ്ട സമയം. ഐ വാസ് ലൈക്ക് ശരി, അമ്മ അത്ര ഒരു ബുദ്ധയാണെങ്കിൽ അമ്മ മാറിയിരുന്നു. എനിക്ക് പറ്റില്ല. എനിക്ക് ഈ നാട്ടുകാർ വന്ന് അമ്മ ഏതോ വില്ലിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ ഇസ് നെവർ ദ പ്ലേസ് ടു ഈവൻ ഡിസ്കസ് ഫാമിലി ഡൈനാമിക്സ്. നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് സ്വയം ഓരോരുത്തർക്ക് കൺവീനിയൻറ്റ് ആകുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യം വന്ന് ചെയ്തതുകൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിസ്കഷൻ ഓൺ ദിസ് തിങ്. യുനോ, ഐ പുട്ട് ദിസ് വീഡിയോ കാണേണ്ടവർ കാണുന്നു, 1 വീക്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, വി ആർ ഓവർ ഇറ്റ്. ഇനി എൻ്റെ കസിൻ വന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അതുപോലെ ലെറ്റ് ഹർ ഡു ഇറ്റ്. പ്രോബ്ലി ഇറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. അയ്യോ തുടങ്ങി ചേച്ചി, കഥ ഒന്ന് തുടങ്ങ്. ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് ആദ്യം വാരി എറി. ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ ഇങ്ങനെ വന്ന് ഒരു സെക്കൻഡ്
ഒന്ന് ചിന്തിച്ചൂടെ? അവർ നമ്മളെ പോലത്തെ മനുഷ്യരല്ലേ? അവർ പോപ്പുലറാണ്, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലാതാകും. ഈ അതും ഇതും മറ്റതും മറിച്ചതും വന്നിരുന്ന് ശരി ജെന്യൂൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ തൊട്ടേനും പിടിച്ചതിനും വന്ന് ഈ തെറി വിളിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, ഉടനെ തെറിവിളി തുടങ്ങിയാൽ ഉടനെ എടുക്കും മോൾഡീവ്സിൽ പോയ ഫോട്ടോ. കാരണം എന്നാലേ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം സാധാ ഉടുപ്പിട്ട് നിൽക്കുന്ന ഫോട്ടോ തമ്മിലായിട്ട് ഇട്ടാൽ ശരിയാവില്ല. സ്വിമ്മിംഗ് കോസ്റ്റ്യൂം തന്നെ ഇട്ട് നിൽക്കണം. കാരണം എന്നാലേ ആ ചേട്ടാ ഇതിപ്പോ ഇവരൊട്ട് എടുത്ത് വിട്ട് ഫോട്ടോ ഇടുന്നു. ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ എടുത്ത് ഇടുന്നതാണ് കുറ്റം. അവര് തമ്മിൽ എടുത്ത് വെക്കുന്നതാണ് കുറ്റം. എന്നാ പിന്നെ നിങ്ങൾ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണോന്ന്. ഇപ്പൊ പിന്നെ ആരും തമ്മിൽ എടുത്ത് വെക്കത്തില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ഇട്ട ഫോട്ടോയാണ് തമ്മിൽ വെക്കണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് മാറ്റിട്ട് ഫോട്ടോ എല്ലാം പറഞ്ഞ ഇട്ട ഫോട്ടോ അങ്ങ് വെക്കണം. ഇതിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കാണിക്കുകയും ചെയ്യും, എന്നാൽ അതൊട്ട് ആരും ഇട്ട് തൊടുകയും ചെയ്യല്, നോക്കുകയും ചെയ്യരുത്. നോക്കുന്നതാണെങ്കിൽ തൊട്ട് കമന്റ് പഠിക്കരുതെന്ന്. അത് നടക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന യൂട്യൂബ് കുടുംബമല്ലേ? എനിക്കൊന്ന് കേരളത്തിന്റെ ഒരു സൈഡ് താങ്ങി നിർത്തുന്നത് തന്നെ നിങ്ങളുടെ കുടുംബമാണെന്നാണ് ഈ അവസാനത്തെ യൂട്യൂബിന്റെ വരുമാന പ്രകാരം എനിക്ക് അറിയാൻ സാധിച്ചത്. ക്യാരക്ടർ അസാസിനേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. സോ ഐ മീൻ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം, ഈ പറയുന്നവർ ഭയങ്കര അഡ്വക്കേറ്റ്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണേ. സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ എന്ത് വന്ന് പറഞ്ഞാലും സത്യമാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ഈ തെറിവിളി, റിയാക്ഷൻ, ഈ ട്രെൻഡ് അല്ലേ നമ്മുടെ നാട്ടിൽ കള്ളം പറയുന്നവരുടെ എണ്ണം കൂട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം മറ്റേ ദിയയുടെ ഇഷ്യൂ നടന്നപ്പോൾ ആ 3 കുട്ടികൾ വന്ന് ഇത്രയും വലിയ കള്ളം പറയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആരിലാണ്? ഇപ്പം നമ്മൾ പറയത്തില്ലേ ഐ ബിലീവ് ഇൻ ദ പബ്ലിക് എന്ന് പറയില്ലേ, അവരുടെ ബിലീഫ് ആരിലാണ്? ഈ പറഞ്ഞ പബ്ലിക്. ഫുൾ പബ്ലിക് അല്ല, കുറച്ച് ആൾക്കാർ. അവർക്കറിയാം ദാറ്റ് അവർ വന്ന് അവരെക്കാൾ പോപ്പുലർ അല്ലെങ്കിൽ അവരെക്കാൾ ഫിനാൻഷ്യലി സക്സസ്ഫുൾ വാട്ട് എവർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് എത്ര വലിയ കള്ളമാണെങ്കിലും കുറച്ച് നേരത്തേക്കാണെങ്കിലും അത് വിശ്വസിക്കാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഈ ആരെക്കുറിച്ചാണോ കള്ളം പറയുന്നത് അവരെ തെറിവിളിക്കാനും ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ നാട്ടിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കൾച്ചറിൽ ഉണ്ട് എന്ന കോൺഫിഡൻസ് അല്ലേ ഈ ആൾക്കാരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതെന്ത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ OCയുടെ ആ ഇഷ്യൂവിനകത്ത് 100% ഇവരുടെ ഭാഗത്തായിരുന്നു ന്യായം. നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, കോമന്റ്സ് ഇടുന്നവർ എല്ലാവരും നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്തത്. ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ടില്ല. അത് ഉള്ള കാര്യമാണ്. ഇനി അതിനെയും കൂടി ഇനി വളച്ചൊടിച്ച് കിട്ടിയ സപ്പോർട്ട് ഇല്ലാതാക്കല്ലേ, ഇല്ലാന്ന് പറയല്ലേ. അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തപ്പോഴും കംപ്ലീറ്റ്ലി അവരെ ബ്ലെയിം ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ എടുത്തു ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു രീതിയിൽ എടുത്ത് വളച്ചൊടിച്ചിട്ടില്ല. നാണക്കേടാണ് അല്ലേ? It's such a insult to humanity. So this is all that I wanted to say. As human beings, നമ്മൾ കുറച്ച് മാറ്റം നമ്മുടെയൊക്കെ ഉള്ളിൽ വരുത്തിയാൽ ചിലപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് വരുന്ന ജനറേഷൻസിനെ ബെറ്റർ ആക്കാം. നമ്മളൊക്കെ പറയാറില്ലേ, ഓ പണ്ടത്തെ കാലം എന്ത് നല്ലതായിരുന്നു, അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു. നീ അവിടെ ഇരി, നിന്റെ തത്വമൊന്നും എനിക്ക് കേൾക്കണ്ട. വേറെ നമുക്ക് നീന്റെ ടോപ്പിക്കിലേക്ക് വാ. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസിനകത്ത് കൂടുതൽ എന്തൊക്കെയാ നീ ഒന്ന് ആലോചിച്ച് നോക്കേ. നിന്റെ സഹോദരി വന്നിരുന്നിട്ട് പറയുന്നത് എനിക്ക് വഴി കണ്ട റോഡിൽ കാണുന്നവനെ ഒന്ന് അമ്മയെന്ന് വിളിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നു. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു? സ്വന്തം ഭർത്താവിന്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു. എന്നിട്ട് മറ്റേ റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ പണ്ടേ ഒരു ചരക്കായിരുന്നു. അയ്യോ, ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് കണ്ടിട്ടും കേട്ടിട്ടും ജനങ്ങൾ പ്രതികരിക്കരുത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെതിരെ ഒന്നും പറയരുത്. അയ്യോ നീ പണ്ടേ ചരക്കായിരുന്നില്ലേ, ആടി പൊളിയടി, ഇങ്ങനെ പറയണോ? അപ്പൊ നിങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ സാധനങ്ങൾ ഇടുന്നു. എന്നാൽ അതിനെതിരെ ആരും പറയാനും നിൽക്കില്ല. നടക്കുന്ന കാര്യമാണോ? ഒന്നെങ്കിൽ ഈ നാട്ടിലുള്ളവർ മൊത്തം ഊമയായിരിക്കണം, അവർക്ക് കമന്റ് ചെയ്യാനായിട്ടുള്ള സെൻസ് കാണില്ല, അതിന് വിദ്യാഭ്യാസം കാണില്ല. ഇതെല്ലാം ഉള്ളപ്പോഴത്തേക്കിന് പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ടുന്നതിനകത്ത് ആരും ഒന്നും പറയരുത്, എടുക്കരുത് പറയുന്നതിനകത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഉള്ളത്? അടുത്തത് സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഇസ് എൻ്റെ അമ്മൂമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മൂമ്മയെ കാണാൻ പോകാത്തത്? അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ she's a very problematic person. She's a very difficult to adjust person. I very badly feel sorry. I really feel very sad for my mother. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ that is probably because I had a good mother and I saw what it is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. അതായത് ഇങ്ങോട്ട് കൊടുത്താലേ അങ്ങോട്ട് കിട്ടത്തുള്ളൂ എന്നാണ് ഈ പെണ്ണ് പറയാതെ പറയുന്നത്. അതായത് ഈ അമ്മമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ അമ്മയെ, സിന്ധു അമ്മയെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല. സോ പുള്ളിക്കാരി അങ്ങോട്ട് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
ഈ അമ്മുമ്മ കൊടുക്കാത്ത സ്നേഹം എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് സ്വന്തം മക്കളോട് തരാനായിട്ട് കഴിയുന്നത്? അമ്മയ്ക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് എവിടെ ഇല്ലായിരുന്നു? ഇവരും ഈ പറയുന്ന ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്തുവാ? ഗ്രാൻഡ്മ ശരിയല്ല, ഗ്രാൻഡ്മയുടെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കാനായിട്ട് ചെല്ലാത്തത്. ഇത് തന്നെയല്ലേ കുറെ ഇംഗ്ലീഷ് കുത്തി കയറ്റിട്ട് വളച്ച് കുത്തി ഇങ്ങനെ കറക്കി മൂക്കിലിട്ട് തൊട്ടത്, അതത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും പ്രായമാകുമ്പോഴത്തേക്കിന് നോക്കുക നോക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതിനകത്ത് ഞാൻ ഇടപെടുന്നില്ല. നമ്മളിങ്ങനെ ഒരു തീട്ട ഇഷ്യൂ വന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ എത്തുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ നോക്കുകയോ നോക്കാതിരിക്കാം നിങ്ങളുടെ കൺസേൺ, നിങ്ങളായിരിക്കും അതിനകത്ത് അനുഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും താങ്ങാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. അതിൽ നമ്മൾ ഇടപെടുന്നില്ല. അതിനൊരു അഭിപ്രായം പറയാനും ഞാൻ ആരുമല്ല. ഓക്കെ, അടുത്തത്. ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തൻവി ആരോ പറഞ്ഞു വീട് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അതിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവാണ്, പാവം അവരുടെ വീട് പോലും അലങ്കോലമായിട്ട് കിടന്നിട്ട് ഒരു ജോലിക്കാരി പോലും ഇല്ല അവിടെ. ഒരു ദിവസം പോലും അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. ദർ ഓൾവേസ് ബിൻ എ മെയ്ഡ്. അവസാനം വന്ന മെയ്ഡ് എൻ്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത മെയ്ഡാണ്. ആ മെയ്ഡ് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം, ഈ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അമ്മൂമ്മയ്ക്ക് വൃത്തിപ്പിരാണ്ടുണ്ട്, പക്ഷേ ഷീസ് ലൈക്ക് ഈ എല്ലാം സാധനങ്ങൾ കൂട്ടി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അമ്മൂമ്മയുടെ അടുക്കളയിൽ പോയാൽ, ഐ എം നോട്ട് കിഡിങ്, ഒരു മിനിമം ഒരു 150 മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന ഡബ്ബ കിട്ടും, മുരളിയ പാലിൻ്റെ ഒരു 75 കുപ്പി കിട്ടും. അപ്പം മരിച്ച ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിൽ, അന്ന് നമ്മൾ ടെക്നിക്കലി ടോക്കിംഗ് ടേംസിലല്ല, പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോട്ടെ എന്ന് പറഞ്ഞ് വേറെ ടോക്കിംഗ്, ഞാനും അമ്മയും ചിന്നമ്മയും ദീനങ്ങളും ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞാണ് അലൗ us ടു ക്ലീൻ ദിസ് ഹൗസ്. കാരണം അത്ര അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി, അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ആ ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. കാരണം അങ്ങനെയാണ് അമ്മ ആ വീടിനെ ആക്കിയിടുന്നത്. ഒരു സൈഡിൽ വൃത്തിപ്പിരാന്ത്, പക്ഷേ വീട് ക്ലട്ടർ. ആൻഡ് അപ്പൂപ്പൻ്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ 4 പേരും പറഞ്ഞതാ, ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്കും, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ച ഒരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം. നമുക്ക് കുറച്ച് കാർട്ടൺ ബോക്സ് മേടിച്ച് വെച്ച് ഈ കുപ്പ സാധനങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് നമുക്കൊരു ഡീപ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. ഇത് ഞാൻ കള്ളം പറയുവാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചുള്ളൂ, ബട്ട് ഐ സ്വെയർ അപ്പോൺ മൈ ഡിസയർ ടു ബി എ ഗ്രേറ്റ് ആക്ടർ വിച്ച് യു ഓൾ നോ ഇസ് വെരി ട്രൂ. ഐ സ്വെയർ അപ്പോൺ ദാറ്റ് ആൻഡ് സേ. പുള്ളിക്കാരി സമ്മതിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഇവർ അയ്യോ എൻ്റെ ഡബ്ബ, എൻ്റെ തേയില ഇടാനുള്ള ഡബ്ബ. വി ആർ ലൈക്ക്, തേയില ഇടാൻ ഒരു ഡബ്ബ പോലെ, തേയില ഇടാൻ മിൽക്കി മിസ്റ്റിന്റെ തീർന്ന് 100 ഡബ്ബ എന്തിനാ? ഈ സംഭവം ഇവർ ഈ പറയുന്നത് നമുക്ക് കണക്ട് ആവുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലും ഉണ്ട്. ഇപ്പം ഒരു കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അതെടുത്ത് കഴുകി വെക്കും. എന്തിനാ അത് മേടിക്കുമ്പോൾ ഇടാൻ? അത് എന്ന് മേടിക്കും? അത് പൈസ കിട്ടുമ്പോൾ മേടിക്കുന്നത്. ബിരിയാണി മേടിക്കുമ്പോഴത്തേനും അയ്യോ ബിരിയാണി മേടിച്ച് 200 രൂപയായോ? ആ 200 രൂപ കൊടുത്താൽ ഒരു കോഴി മേടിച്ചായിരുന്നെങ്കിലോ നമുക്കത് വെച്ച് ബിരിയാണി കഴിച്ചുകൂടായിരുന്നോ? അത് ഒരു മെന്റാലിറ്റി, അതൊരു വേറൊരു തലത്തിലുള്ളൊരു മെന്റാലിറ്റിയാണ്. ഇപ്പം എക്സാമ്പിൾ വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല, അതിനെ ആലോചിച്ചൊന്നും സമയം പോകും. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് കണക്ട് ആവുമായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു ജനറേഷനിലെ ആ ഒരു ജീവിത രീതി, ആ ഒരു ശൈലി ഇച്ചിരി പിക്കായി നിൽക്കുന്ന ഇവർക്ക് കണക്ട് ആവുന്നില്ല. ആ കണക്ട് ആവാതെ വരുമ്പോഴത്തേന് സ്വരച്ചേർച്ചകളുണ്ടാവും. ആ സ്വരച്ചേർച്ചയിൽ ഒരു സാധനമാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ KK ഫാമിലി എന്ന് പറയുമ്പോഴത്തേന് കംപ്ലീറ്റ്ലി ഹെഡ് വെയിറ്റ് ആയിരിക്കും. അത് അവരുടെ പല വീഡിയോസ് നമ്മൾ കാണുമ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. ഒരു ഡോമിനേഷൻ സ്കിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലുള്ളവരും ഡോമിനേഷനോടെ നിൽക്കണമെന്നുള്ളതാണ്. അതിപ്പം നമ്മുടെ ഭർത്താവ് നിൽക്കുന്നത് കാണാൻ തന്നെ അറിയാലോ, ആരാ നമ്മുടെ നമ്മുടെ തമിഴൻ ചെറുക്കൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അത്രേ ഉള്ളൂ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സ്കില്ലിനകത്ത് ഈ സാധനം ഡെവലപ്പ് ചെയ്തെടുത്തപ്പോഴത്തേക്കിന് ഉണ്ടായൊരു ബുദ്ധിമുട്ട്, ഒരേ അമ്മമ്മയെ ഇതേ സ്കില്ല് തന്നെ ആയിരിക്കും മറ്റേ ഡോമിനേഷൻ. അപ്പോൾ താഴെ നിൽക്കുമ്പോൾ ചെറിയ ഡോമിനേഷൻ എല്ലാം കൂടെ ആയപ്പോഴത്തേനും കോർക്കാൻ പറ്റുന്നില്ല. വലിയ ഡോമിനേഷൻ്റെ അടുത്തോട്ട് പിന്നെ ചെറിയ ഡോമിനേഷൻ വരാതായി. അതാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ഫെബ്രുവരി 2026 തൻ്റെ അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു. സെയിം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മ വിളിച്ച് കാശ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വി ഫെൽ വെരി ബാഡ്. അവളെ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ 12 ഫെബ്രുവരി 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തന്നെ സൈഡിൽ നമ്മൾ പറയുന്നത് തന്നെ യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ തരുന്നെങ്കിൽ ഫോൺ എടുക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ. അപ്പം ഇത്രയും അപ്പം ഹോസ്പിറ്റലായിരിക്കും തന്നെ വരെ പറയുവാണ് ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് തൻവി ഒരറ്റത്തൂടെ താങ്ങാൻ തന്നെയായിരുന്നില്ലേ ഇവർക്ക്? തൻവി അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? തൻവി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ നോക്കണമായിരുന്നു, പിന്നെ ഹസ്ബൻഡ് പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കൊള്ളാം. ഇറ്റ്സ് ഓൾ ദേർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് ഐ ഹാവ് നോ വേർഡ്സ്. സോ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടോ? ഇനി അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മൂമ്മേനെയോ തന്നീനെയോ ഒക്കെ നിങ്ങൾ കണ്ടുവന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മൂമ്മയുടെ തൻ്റെ അമ്മൂമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു മനുഷ്യരുടെ കാര്യമാണ്. എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമെന്ന് അറിയാം. ആണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എനിക്കറിയാൻ വയ്യ ദൈവമേ, ഈ കുടുംബം എന്തായി ഇങ്ങനെ. നമ്മുടെ ഉള്ളിൽ ഉള്ള
ഫാമിലിയിലുള്ള ഒരാൾ ഇപ്പം തനിക്ക് ശരി ഷീസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children and all that. I really appreciate that. ഞാൻ എപ്പോഴും പറയുന്നു ഷീസ് വെരി സ്മാർട്ട്, അവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷേ തന്നെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺടെന്റ് ഇട്ടതുകൊണ്ടായിരിക്കും തനിക്ക് തന്റേതായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോൺടെന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് നമ്മളാണ്. തൻവിയുടെ ചാനലിന്റെ മറ്റേ എന്താ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഇതെല്ലാം ചെയ്ത് കൊടുത്തത് അശ്വിനാണ്. അശ്വിനും കൂടിയാണ് ചെയ്ത് കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി ഓസിയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിൽ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തന്നി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോൺടെന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തനിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്ത് ഇടാൻ കാണിച്ച ഒരു മനസ്സ്, it's just very upsetting and disappointing because she's not a random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. So this is the one thing I wanted to say. അമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമ്മയ്ക്കും അറിയാം, തനിക്കും അറിയാം.